ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാട് ഷിബിലിയെ ഭർത്താവ് യാസിർ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയത് വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയാണെന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഏകദേശം ഉച്ചയോടെ വീട്ടിലെത്തി ഭാര്യ ഷിബിലിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കൈമാറിയതിന് ശേഷം തിരിച്ചു പോവുകയും അതിനുശേഷം വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷം വീണ്ടും എത്തിയാണ് പ്രതി കൃത്യനിർവഹണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടെ ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ യാസിറും ഷിബിലിയും എന്ന് പറയുന്ന വ്യക്തികൾ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്ന് മാറി സ്നേഹത്തിലായിരുന്നു. അതിനുശേഷം അവർ ഒളിച്ചോടി പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നു. അതിനുശേഷം കോടതിയിൽ നിന്ന് സ്വന്തം വാപ്പാൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഇല്ല, എനിക്ക് കാമുകനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം വേറെ ഒരു വാടകയ്ക്ക് വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. അടുത്തിടെയാണ് ഈ ഭർത്താവ് യാസിർ എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്ന് അടിമപ്പെടുകയും അതുപോലെ തന്നെ ഷിബിലി എന്ന് പറയുന്ന ഭാര്യയെ ഉപദ്രവിക്കുകയും അടിക്കുകയും തൊയ്ക്കുകയും എല്ലാം ചെയ്തു തുടങ്ങിയത്. അതിനുശേഷമാണ് സഹി കെട്ടപ്പോഴാണ് ഈ ഭാര്യ ഷിബിലി സ്വന്തം വാപ്പായുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് താമസം മാറിയത്. എന്നാൽ അവിടെ നിന്ന് തുടർച്ചയായി തിരിച്ചു വരണമെന്ന് യാസിർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് യാസിർ ഉണ്ടായത് എന്ന കാരണം അവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി കാര്യങ്ങൾ വിശദമായി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പായി പങ്കുവെക്കുകയുണ്ടായി. ആ ഒരു സംഭാഷണത്തിലേക്ക് ഷിബില ഭർത്താവുമായി പിണങ്ങി ഇവിടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സ് എടുത്തു തരണമെന്ന് പറയുന്നു. അപ്പോൾ ഇവൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടിയുടെ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് വീഡിയോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു. അത് കണ്ട് ഇവർ കൂടുതൽ പേടിച്ചു. കാരണം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ളത്, സർട്ടിഫിക്കറ്റുകളും കുട്ടികളുടെ ആണെങ്കിലും കുട്ടിയുടെ ആണെങ്കിലും ഷിബിലയുടെ ആണെങ്കിലും എല്ലാം അവിടെയുള്ളത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എൻ്റെ ഫാദർ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് അത് എങ്ങനെയാലും ഒന്ന് സംഘടിപ്പിച്ച് തരണം, ഇല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. ഫാദർ ഇവനെ വിളിച്ചു വരുത്തുന്നു. മിനിയാന്ന് വിളിച്ചു വരുത്തി ഇവനുമായിട്ട് സംസാരിക്കുന്നു. ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ഒന്നുകിൽ ഇപ്പോൾ അവൾ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധം പിരിയണം. ഇതായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഡിമാൻഡ് ഇവരുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നോമ്പുകാലാണ്, പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുന്നതിനെക്കുറിച്ചോ പിരിയുന്നതിനെക്കുറിച്ചോ ആലോചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ യാസിറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഷിബിലിയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ മകളുടെ വസ്ത്രങ്ങളും എല്ലാം വാങ്ങിച്ചു തരണമെന്ന് ഈ വാർഡ് മെമ്പറായ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോട് അവിടെ പോയി ആവശ്യപ്പെടുകയാണ് ഈ കുടുംബം. അതിനുശേഷം യാസിറിനെ ബന്ധപ്പെടുന്നു. യാസിറിനെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നു. അദ്ദേഹം യാസിറിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ യാസിർ പറയുന്നത്, ഒന്നിക്കെങ്കിൽ എൻ്റെ കുഞ്ഞിനെ വിട്ടുതരിക, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സലാം ചൊല്ലി പിരിയുക. ഈ ഒരു അവസ്ഥയിലാണ് യാസിർ കാര്യങ്ങൾ സംസാരിച്ച് വെക്കുന്നത്. അതിനുശേഷം യാസിർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ പോയി കുട്ടിയുടെയും ഉമ്മയുടെയും എല്ലാ ഡ്രസ്സും ഒന്നായിട്ടെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്ത് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് കൂടി അദ്ദേഹം തന്നെ പറയുന്നു. ഇന്നലെ ഉണ്ടായ സംഭവം, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവൻ ഈ വീട്ടിൽ വരുന്നു. ഈ ഷിബിലയുടെ SSLC ബുക്ക് ഷിബിലയ്ക്ക് കൈമാറിയതിന് ശേഷം നിന്റെ SSLC ബുക്ക് എന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം വന്നിട്ട് നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്ന് പറഞ്ഞാണ് യാസിർ ഇവിടുന്ന് പോകുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ഈ നോമ്പ് വെടി കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞിട്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ എത്തുന്നു അല്ലെ? ഇവിടെ എത്തിയിട്ട് പിന്നെ എന്താണ് ഇവിടെ നടന്ന് ഇവൻ ഇതിലെ വരുന്നു, ഈ ഭാഗത്തു നിന്ന് വരുന്നു, അവിടുന്ന് വണ്ടി തിരിച്ച് ഇവിടെ തന്നെ സൈഡാക്കുന്നു, ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് സൈഡാക്കുന്നു. ഇവൻ നേരെ കയറി ചെന്ന് ഷിബിലയെ പിടിച്ചു ഉന്തി മുറ്റത്തേക്ക് തള്ളിയിട്ട് അതിന് മുകളിൽ കയറിയിരുന്ന് കുത്തു. വർഗീസ് എന്ന് പറയുന്ന വാർഡ് മെമ്പർ പറഞ്ഞത്, ഏകദേശം ഉച്ചയോടെ 2 മണിയോടെ യാസിർ ഈ ഷിബിലിയുടെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ SSLC ബുക്കും ഐഡൻറ്റിറ്റി കാർഡും ആധാർ കാർഡും എല്ലാം കൈമാറുന്നു. അതിനുശേഷം ഞാൻ വൈകിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് യാസിർ എത്തുന്നില്ല. ഏകദേശം നോമ്പ് കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 6 മണിയോടടുത്ത് നോമ്പ് തുറന്നതിന് ശേഷം ഏകദേശം ഒരു 7 മണിക്ക് അടുത്ത് യാസിർ തിരിച്ച് ഷിബിലിയുടെ വീട്ടിലേക്ക് വരുന്നു. ഷിബിലിയെ വലിച്ച് വീട്ടിൽ നിന്ന് ഉമ്മാരത്തേക്ക് വലിച്ച് നിലത്തേക്ക് ഇടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്ത് കയറിയിരുന്നതിന് ശേഷം
കഴുത്തിൽ കുത്തുകയാണ് ഉണ്ടായത്. അത് തടയാൻ വേണ്ടി വാപ്പയായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇടപെടുന്നു. അദ്ദേഹത്തിനും കിട്ടുന്നു തലക്ക് 2 കുത്ത്. അതിനുശേഷം ഉമ്മ ഓടി വരുന്നു, ഉമ്മക്കും കിട്ടുന്നു കൈയുടെ താഴായിട്ട് ഒരു കുത്ത് കിട്ടുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം അയൽവാസിയായ വ്യക്തി ഓടി വരികയും അവിടെ കളിക്കുന്ന കുട്ടികളുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഇവനെ എറിയുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് കാറിൽ കയറി പോകാൻ നേരം ഈ കുത്തുകൊണ്ട വാപ്പ ഒരു കല്ലെടുത്ത് ആ കാറിനെറിയുകയുമാണ്. അതിനുശേഷമാണ് ഈ ഷിബിലി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നത്. അത് ദൃക്സാക്ഷിയായ അയൽവാസി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അവളെ ബ്ലഡ് ഒഴുകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാർ ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസ്സുമൊക്കെ എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പോൾ സംഭവ സ്ഥലത്ത് നേരിട്ട് എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അയൽവാസി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. 2 ആൾ നിലത്ത് കിടക്കുന്നത് കണ്ട് അദ്ദേഹം കാർ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അതിൽ ഈ 3 പേരെയും കയറ്റിയതിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. ആ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഷിബിലിയുടെ ജീവൻ പോയിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിനോട് ഈ വരനായ യാസിർ പറയുന്നത് എനിക്ക് വാപ്പാനോടാണ് വൈരാഗ്യമുണ്ടായിരുന്നത് എന്നും, എന്നാൽ ഞാൻ വാപ്പാനെ ആക്രമിക്കാൻ വേണ്ടിയാണ് സ്ഥലത്ത് എത്തിയതുമാണ് യാസിർ ഇപ്പോൾ പറയുന്നത്. അതിനുള്ള കാരണം ഷിബിലി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ വാപ്പ അവിടെ വെച്ച് പിടിച്ചു വെച്ചിരിക്കുകയാണ്, തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും യാസിറിൻ്റെ കൂടെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ വീട്ടു തടങ്കലിലാണ് തൻ്റെ ഭാര്യ എന്നുള്ള സംശയം യാസിർ ഉണ്ടായത് കൊണ്ടാണ് യാസിർ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങിയത് എന്ന് തന്നെയാണ് അവരുടെ ഒരു പക്ഷം. തീർച്ചയായിട്ടും യാസിറിന് അങ്ങനെ ഒരു ഉള്ളിലൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായ യാസിറിൻ്റെ ഉമ്മ അത് TV ചാനലിനോട് പറയുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. യാസിറിൻ്റെ വാപ്പയാണ് ഈ മരണത്തിന് കാരണക്കാരൻ, ഷിബിലിയുടെ വാപ്പയാണ് ഈ മരണത്തിന് കാരണക്കാരൻ എന്നാണ് യാസിറിൻ്റെ ഉമ്മ പറയുന്നത്. ഇക്കാലം വരെ ഇത്രയും വയസ്സോ 25ാമത്തെ വയസ്സോ ഞങ്ങൾ 21 വരെ ഒരു പ്രശ്നം വന്നിട്ടോ ഒരു അടിപിടിയോ കച്ചറ ഉണ്ടായില്ല. ഓളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ എവിടെങ്കിലും പോയിട്ട് എവിടെങ്കിലും പോയി ജീവിക്കുന്നിടത്ത് നിന്ന് ഓള് പെൺകുട്ടിയല്ല ഓള് എവിടെങ്കിലും ആയിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കോടതിയിൽ നിന്ന് ഓളെ കൊണ്ടുവന്ന് ഞങ്ങളെത്ത് 5 കൊല്ലമായി ഓള് ഞങ്ങളെത്ത് വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളുമായിട്ട് ഒരു എതിർപ്പില്ല. കരഞ്ഞിട്ട് എന്റെ മോളെ ഓലക്ക് എനിക്ക് കാണിക്കാണ്ടാക്കി. ഞാൻ ചെല്ലുമ്പോൾ ഓളും ഇല്ല, ഓളെ ഒരു മാറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു. നമ്മൾ സ്റ്റേഷനിൽ പറഞ്ഞിക്കല്ലാട്ട് പോണ്ടാന്ന് പറീസേട്ടൻ പറഞ്ഞ നീസിക്കാൻ കയറിക്ക്. ഇവൻ യൂണിവേഴ്സിറ്റിയിൽ നോമ്പുറക്കാൻ പോയി. ഓൻ ഇങ്ങോട്ട് എത്തിയുമ്പോൾ വിളിച്ചു വെച്ചാൽ പറഞ്ഞു ഇല്ല എത്തിയില്ല, ഓനോട്ടാ പോയെന്നാണ്. ഓനോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാണല്ലോ ഞാൻ പോയതെന്ന് ഇവനും പറഞ്ഞു. ഇവന് നോമ്പ് തുറന്ന് ഇവിടെ വന്നപ്പോൾ എന്നതിന് മുന്നേ ഓൻ വിവരം അറിയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഓനെന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുമ്പോ ഇനി നമ്മളെന്താ ചെയ്യാ, ഓളെന്തോ ചെയ്തിക്കുന്നോലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെന്താണ് സംഭവിച്ചത്, എടുക്കാൻ ചെന്ന പോലെ എന്തോ പറഞ്ഞ് വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ചെല്ലുമ്പൊക്കെ പറയും കൊണ്ടുപോകില്ല, ഇനി കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പെൺവിടാൻ താല്പര്യമില്ല, ഓള് പോരാന്നും പറയുന്നുണ്ട്. എന്നാൽ സ്റ്റേഷനിൽ നിന്നും മഹല്ല് ഭാരവാഹിയുടെ ഭാഗത്തു നിന്നും 1 മാസം അങ്ങോട്ട് പോകരുത് എന്നൊരു വിലക്ക് ഈ യാസിറിനുണ്ടായിരുന്നു. അതിനുശേഷം ഈ വാർഡ് മെമ്പറും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാസിർ അങ്ങോട്ട് പോകുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും അതിനുശേഷം സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നാൽ വാർഡ് മെമ്പറുടെ അച്ഛൻ പറഞ്ഞിരുന്നു താൻ അങ്ങോട്ട് പോകേണ്ട, സാധനം എൻ്റെ അടുത്ത് കൊണ്ടു തന്നാൽ മതി, ഞാൻ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ യാസിർ അതിന് വഴങ്ങിയിരുന്നില്ല. എന്നാൽ ഉമ്മ പറയുന്നുണ്ട് തൻ്റെ മകൻ 25 വയസ്സായ തൻ്റെ മകൻ ഇതുവരെ യാതൊരു ലഹരി പദാർത്ഥവും ഉപയോഗിച്ചിരുന്നില്ല എന്നും, അങ്ങനെ ഉപയോഗിച്ചിരുന്നിട്ട് ഒരു അടിയോ പിടിയോ കേസോ കച്ചറിയോ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ പച്ചയായ ഒരു കള്ളത്തരമാണത്. യാസിർ എന്ന് പറയുന്ന വ്യക്തി വളരെ കാലങ്ങളായി ലഹരിക്ക് അടിമയാണ് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരൻ പച്ചക്ക് പറയുന്ന ഒരു വാക്ക്. ഈ യാസർ കഞ്ചാവ് വലിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത്, ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്.
അപ്പം ഇതിൽ പരം എന്ത് തെളിവാണ് പറയുന്നത്? അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ വാപ്പയാണ് ഇതിന് കാരണമെന്ന് പറയുന്ന യാസിറിന് വാപ്പയോട് കൂടുതൽ വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം കീർത്തി നിർവഹണം കഴിഞ്ഞതിന് ശേഷം ഈ യാസിർ വാഹനം എടുത്തുകൊണ്ട് പോയത് മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം ഈ അപകടം പറ്റിയതിന് ശേഷം വാപ്പയും ഉമ്മയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് എന്ന് യാസിറിന് അറിയാമായിരുന്നു. ആ വാപ്പ എന്നെ ആയിരുന്നു യാസിറിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഏകദേശം ശരിയായ ഒരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് തിരിഞ്ഞു കളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം നാട്ടുകാർ കാറ് വളഞ്ഞിട്ട് പിടിച്ചതിന് ശേഷമാണ് പോലീസിന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കൂടി വകവരുത്തണം എന്നൊരു ഉദ്ദേശം യാസിറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നെ യാസിറിൻ്റെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ആഷിഖ് എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മാനെ കുത്തിക്കൊന്ന ഒരു ക്രിമിനലാണ്. അദ്ദേഹമാണ് ഈ യാസിറിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തി. അതുമായി പങ്കുവെച്ച വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ ഫേസ്ബുക്കിലായാലും അവർ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരുപാട് വീഡിയോകളും ഫോട്ടോകളും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം സുലഭമായി ഇവരുടെ സൗഹൃദ ബന്ധം അറിയുന്നതാണ്. ഇവരെല്ലാം തന്നെ അടിവാരത്ത് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിച്ച് വരുന്ന ആൾക്കാർ തന്നെയാണ് എന്നാണ് സ്കൂളിലെ PTA പ്രസിഡന്റ് വരെ, പഠിച്ച സ്കൂളിലെ PTA പ്രസിഡന്റ് വരെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കൃത്യനിർവഹണം നിർവഹിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ പുതുതലമുറ ഇന്ന് ഏതാനും മാസങ്ങളായി അടുത്തിടെ ഒരുപാട് ആക്രമണങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒരു പരമ്പരയായിട്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ ലഹരി അടിമപ്പെട്ട കുട്ടികളാണ്. തീർച്ചയായിട്ടും അത്തരം കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബോധവൽക്കരണത്തോടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മളെ കുട്ടികളെയെങ്കിലും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അതിന് പഠിച്ച തമ്പുരാൻ ഈ റമദാൻ മാസത്തിലെങ്കിലും നമുക്കതിനുള്ള അനുഗ്രഹം തരട്ടെ. നമ്മളെ കുട്ടികളെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും എല്ലാം പഠിച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.